ഹലോ നമസ്കാരം. പുതുപുത്തൻ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അസുരൻ, വിടുതലിൽ 2 എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ ശ്രദ്ധേയനായ കെൻ കരുണാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട് പ്രധാന കഥാപാത്രമാവുന്നു. ദേവദർശിനിയാണ് ചിത്രത്തിലെ നായിക. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കഴിഞ്ഞു. സ്കൂൾ ജീവിതം പ്രമേയമാക്കിയുള്ള കഥയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ജയിലർ 2 ശേഷം സുരാജ് അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണിത്. കാത്തിരിക്കാം സുരാജിന്റെ നല്ലൊരു തമിഴ് ചിത്രത്തിനായി. മലയാള സിനിമയ്ക്ക് തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുകയാണ് നമ്മുടെ സ്വന്തം മോഹൻലാൽ. ദൃശ്യം 3 ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു പുതിയ ചിത്രത്തിന്റെ വിവരങ്ങൾ മൂവി ടീം പുറത്തുവിട്ടിരിക്കുന്നു. അടുത്ത സിനിമയിൽ മോഹൻലാൽ ശക്തമായ ഒരു പോലീസ് ഓഫീസറായി എത്തുന്നു. ഓസ്റ്റിൻ ഡൺ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് പോലീസ് വേഷത്തിൽ എത്തുന്നത്. ചിത്രത്തിന് ഇതുവരെ പേര് നൽകിയിട്ടില്ല. ഡിസംബറിൽ മുംബൈ, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രത്തിലെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ്. നിർമ്മാണം ആഷിഖ് ഉസ്മാൻ. മോഹൻലാൽ കാക്കിയണിയുമ്പോൾ ഏറെ ത്രില്ലിലാണ് ആരാധകർ. മമ്മൂട്ടിയും നിതീഷ് സഹദേവും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു. കാവ്യ ഫിലിംസിന്റെ വേണു കുന്നപ്പള്ളിയായിരിക്കും ചിത്രം നിർമ്മിക്കുക. ഇതൊരു പക്ക ആക്ഷൻ ചിത്രമായിരിക്കും എന്നാണ് അണിയറ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നേരത്തെ നിതീഷ് സഹദേവൻ ഫാമിലി എന്ന ബേസിൽ ചിത്രം സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങൾ നിതീഷ് സഹദേവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. മഹേഷ് നാരായണന്റെ പാട്രിയറ്റ് എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും നിതീഷ് സഹദേവ് ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുക. തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിനെ നായകനാക്കി ഹനു രാഘവപുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് മൂവി ടീം പുറത്തുവിട്ടു. ഫൗസി എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര്. മെഗാ പ്രൊജക്റ്റിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് തെലുങ്കിലെ പ്രശസ്ത ബാനറായ മൈത്രി മൂവി മേക്കേഴ്സാണ്. ചരിത്രത്താളുകളിൽ മറഞ്ഞുപോയ ഒരു ധീര യോദ്ധാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. സീതാരാമം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനു ശേഷം ഹനു രാഘവപുടി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണത്. 1940കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇമ്മാൻ വിയാണ്. ഏതായാലും പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഒരുങ്ങുന്ന പ്രഭാസിന്റെ ഫൗസി മറ്റൊരു സൂപ്പർ ചിത്രമാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.